ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. ഇപ്പം എല്ലാവരും നോമ്പൊക്കെ ഉണ്ടാവില്ല അല്ലേ? അതാണിപ്പോൾ വൈകുന്നേരമൊക്കെ പഠിപ്പത്തൊക്കെ വന്നിക്കണത്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നാളെയാണല്ലേ നമുക്ക്. ഇന്നും നാളെയും നോൽക്കും, 8ഉം 9ഉം നോൽക്കും, 50 നോൽക്കണോലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഏത് നോറ്റാലും കൂലി തന്നെയാണ്. തടിക്ക് ആരോഗ്യം ഒന്നും കൂടി ഒന്നാണ് കൂടി കിട്ടും അല്ലേ നോമ്പ് നോറ്റാൽ. ഇവിടെ എല്ലാവരും നോറ്റ കൊണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. എല്ലാവരും നോറ്റാൽ പിന്നെ ചായക്ക് കടി ആവശ്യമാണ്. ഞാൻ ഒറ്റക്കാണെങ്കിൽ പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറ് ആണ് വെയിച്ചലാണ് കേട്ടോ. ഇന്നിപ്പോൾ പിന്നെ ചോറൊന്നും അടുപ്പത്തേക്ക് വരേണ്ട ആവശ്യമേ വന്നിട്ടില്ല. രാവിലെ രസം കുറേരി കഞ്ഞി അവിടെ വെച്ച് വെച്ചിക്കാണ്ട് അടിച്ചലും തുറക്കലും മോറിലൊക്കെയാണ് കഴിച്ചു. പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനി രാവിലത്തെ പണികളൊക്കെ ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഉള്ളതാണ്. ചപ്പാത്തി ഉണ്ട്, കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇട്ടാൽ പിന്നെ 2 മാങ്ങ കൊണ്ടുവന്നേക്കണം. ആ മാങ്ങയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കണം. മഴയാണ് നിന്നപ്പോൾ ഇതിന് ദാഹമല്ലേ, എന്തോ ഒരു ദാഹം. അപ്പം ഞാൻ പറയാം ജ്യൂസ് കുടിച്ചാൽ പിന്നെ അല്ലെങ്കിൽ നാരങ്ങള്ള വേണം. ആ മറ്റേ ടാങ്ക് പൊടി ഉണ്ടടി, അത് കലക്കണം മതില്ലേ. അപ്പോൾ ഭയങ്കര ദാഹമുണ്ട് ഇതേ മഴയാണ് വെച്ചിട്ടൊക്കെ. അപ്പോൾ ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ചുകാണ്ട് ജ്യൂസൊക്കെ മോള് അടിച്ച് വെച്ചു വിട്ടപ്പോൾ മോള് ജ്യൂസ് അടിച്ചു. പിന്നെ തണുത്ത വെള്ളം കൊണ്ട് തന്നെ അടിച്ച് വെച്ചു. അപ്പോൾ കുപ്പി കാലിയപ്പോൾ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. ചായ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ചപ്പാത്തി ഇതാ ചുടുന്നു. കറി ഇതാ, കറിക്ക് വേണ്ടിയിട്ട് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര നോമ്പിനുണ്ടാക്കി? ആണുങ്ങളൊക്കെ നോറ്റോലുണ്ടെങ്കിൽ ചായയും കടിയൊക്കെ നിർബന്ധമാണല്ലോ അല്ലേ? മരത്തുണ്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് രാവിലെ കേട്ടോ, ആരും ഇല്ലേനും ഇവിടെ. അത് ഞാൻ എളുപ്പാണ്ടേ കുളിച്ചണീൻ്റെ മുന്നായിട്ട് അതാണ് കുഴച്ചുകാണ്ട് ഈ അടുപ്പം വേദിനാണ് തുടച്ചിടാലോ വിചാരിച്ചുകാണ്ടേ അത് കുഴച്ചുകാണ്ടാണ് പരത്തി വെച്ചുട്ടാ. എന്നാൽ പിന്നെ വൈകുന്നേരമാണ് അസറസ്കരിച്ചുകാണ്ട് അടുപ്പത്ത് കണ്ട് വരാലോ വിചാരിച്ചുകാണ്ടേ. പിന്നെ കുഴക്കലും എല്ലാം കൂടി ഒപ്പമാകുമ്പോഴത്തേന് പിന്നെ അടുക്കള നന്നാക്കാനൊന്നും അപ്പം നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒക്കെ ആ പണിയാണ് കഴിഞ്ഞാൽ ഒരു വൃത്തിയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് വെച്ചതേന്. അതുകൊണ്ട് ഇപ്പോൾ എളുപ്പമുണ്ട് അറിയാം. വൈകുന്നേരം ഇപ്പോൾ അത് ചുടാനല്ലേ ഉള്ളൂ. കറി പിന്നെ എളുപ്പമാണ്. കറിക്ക് വേണ്ടി തേങ്ങ ഞാൻ വാട്ടിക്കാണ്ട് അരച്ച് വെച്ചോക്കണു. അപ്പോൾ കറിയായി. കറിക്ക് ഇനി തേങ്ങ അരച്ച് പാരാനേ ഉള്ളൂ കേട്ടാ. ചായയും കടിയൊക്കെ ആയിട്ടാ. അപ്പം ഇനി കുറച്ച് ചോറ് തീമാടണം. എന്നാലൊന്നും പെലച്ചൊക്കെ ആരും എത്തും തന്നിട്ടില്ല കേട്ടാ. അത് എപ്പോഴെങ്കിലും സിനു തന്നാക്കണു. അവളറിയാം ഞാൻ തിന്നിട്ടില്ല, കുഞ്ഞാണി തിന്നിട്ടില്ല, ഞങ്ങളാരും പിന്നെ പെലച്ചക്ക് തിന്നിട്ടില്ല എത്തും. ഓള് തിന്നു പെലച്ചക്ക് നീച്ചുകാണ്ട് ഓള് ചോറയിച്ചു. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ് ആണെങ്കിൽ തിന്നാ കുറച്ച് വെച്ചേക്കാലോ വെച്ചിട്ട് കുറച്ച് ചോറ് തീമടാണ്ട്. അപ്പം ഇന്ന് ചോറ് വെച്ചിട്ടില്ല. ഇന്ന് രാവിലെ കുറേരി കഞ്ഞിയല്ലേ വെച്ചിട്ടുള്ളൂ. ചോറൊക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെ ആ ചോറ് തന്നെ തിളപ്പിച്ച് ചുറ്റിയത് അവിടെ ഉണ്ട്. അതിന് നോമ്പ് വന്നിട്ട് ആർക്കെങ്കിലും കഞ്ഞി കുടിച്ചണമെങ്കിൽ ആണ് കുടിച്ചും ചോദിച്ചാൽ പെച്ചക്കുള്ള ചോറ് ഈ അടുപ്പ് കഴിഞ്ഞിട്ടാണ്ട് രസം തീമടാ വെച്ചിട്ടാട്ടോ. അപ്പം അതാ 2-3 മീൻതല ഇത് 2-3 ദിവസമായി കൊടുന്നിട്ടാ. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂട്ടി കഴിഞ്ഞു. ഈ തല ഞാൻ എടുത്ത ചെനത്തും കൂട്ടാല്ലാതാകുമ്പോൾ നമുക്ക് കറിയേക്കാലോ എന്ന് വിചാരിച്ചുകാണ്ട്. അപ്പം ഇതൊന്നാണ് മുളകിട്ടാൽ പച്ചക്ക് ചോറ്റക്ക് കൂട്ടാനുമായി. ഇത് കണമീൻ്റെ തലയാണ് കേട്ടോ. തല മാത്രമല്ല, അത് നല്ല കായുമ്പൊക്കെ ഉള്ള നല്ല വലിയ തലയാണ്. അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചതേനു. അതും കൂടി എന്നാ ഉണ്ടാക്കിക്കണേ അതുകൊണ്ട് കഴിഞ്ഞീനു. അപ്പം ഇനിയിപ്പോൾ അത് പലിച്ചക്ക് അതൊരു മുളകും വെള്ളം ഉണ്ടാക്കാമെന്ന് കരുതികാണ്ടേ പുറത്തേക്കൊണ്ട് വെച്ചതാണ്. മതി. പിന്നെ പയറും ഉണ്ട്, പയറുപ്പേരി ഉണ്ടാക്കണം. ആ നിറച്ച് വരണ്ട മാത്രമേ കുടിച്ചുള്ളൂ. കുറേ നേരം എത്തും തിന്നിട്ടില്ലെന്ന്. ആ കുരേരിൻ്റെ അത് കുടിച്ച് കാണും ഇങ്ങനെ നടക്കുകയാണ്. അത് മതി മതി, അത് കൊണ്ടുവച്ചാളാം. മഴ വിളിച്ച് കാണും കൊടുത്താളാം. ഇങ്ങോട്ട് വിളിച്ചാളട്ടാ. അപ്പോൾ നമ്മളെ മീൻ കറിയും റെഡി ആയിട്ടോ. കടിക്കാണെങ്കിൽ കടിക്കും കൂട്ടാം, ചോറുക്കാണെങ്കിൽ ചോറുക്കും കൂട്ടാം. മീൻ കറി കുടിച്ചൂട്. ബാങ്കൊക്കെ കൊടുത്തു. ചായ കുടിച്ചാണ്. ചപ്പാത്തി ഇറച്ചിക്കറി ഒക്കെ കണ്ടിട്ടോ. ചായ കുടിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞങ്ങൾക്ക് വലിയവർക്കൊന്നുമല്ല, റിസൂക്ക് ഞാൻ നാളെ പറഞ്ഞില്ലേനാ. അപ്പോൾ അവനെ ഡ്രസ്സ് എടുക്കാൻ പോട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ചായ കഴിഞ്ഞിട്ട് ആക്കാൻ പോലെ പോകുള്ളൂ. മറ്റന്നാളെ പെരുന്നാളല്ലേ, അവനെ മുടി ടീച്ചാനും ഉണ്ട്, ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ട്.
പിന്നെ അമ്മായി പ്രത്യേകം പറഞ്ഞതാണ് ഓന് ഡ്രസ്സ് എടുത്ത് കൊടുക്കൊണ്ടിട്ടാന്ന്. അപ്പോൾ പിന്നെ എന്തായാലും എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടോ നമുക്ക് പോകുമ്പോൾ കാണാം. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ റിസൂങ്ങിന് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോണ പോക്കിൽ സീന് പറഞ്ഞേ അങ്ങോട്ട് നോക്കിയമ്മ ഒരു കട. ആ കടയിൽ ഫുള്ളും നിറച്ച ആളും ഉണ്ട്, ഒക്കെ ടോപ്പുകളുമാണ്. അപ്പോൾ ഓളെ പ്രായക്കാരൊക്കെ ഉള്ള കട തന്നെയാണ് കേട്ടോ, ഇഷ്ടംപോലെ ഒക്കെ അതേ പ്രായക്കാർ. അപ്പോൾ ടോപ്പുകൾ ഇങ്ങനെ ഓരോരുത്തർ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഇവിടെ പറഞ്ഞു അമ്മ അതിലൊന്ന് കയറി വെക്കാം, എടുക്കണ്ടെന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞു കണ്ട് വെല്ലം എന്നെ കയറ്റിച്ച് വയ്ക്കിട്ടാ. അപ്പോൾ കയറിയപ്പോൾ നല്ല നല്ല രസമുള്ള ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ലൊരു കോട്ടൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. പാൻറ്റുക്കും മിഡിക്കൊക്കെ ഇടാൻ പറ്റും ചെയ്യും. അപ്പോൾ അത് രണ്ടും ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ റേറ്റൊന്നും അതിനില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചെറുതായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിയാൽ മതി, പെരുന്നാൾക്ക് ഒരു കോടി നിന്ന് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കാണ്ട് ഇങ്ങനെ തരികയാണ്. അപ്പോൾ പിന്നെന്താ, അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു കടയാണ്. അപ്പോൾ ഒരുപാട് പിന്നെ കുറേ നേരമൊക്കെ നോക്കിയിട്ടാ. അത് നിങ്ങൾ കണ്ടില്ല, കയറുമ്പോൾ തന്നെ ചങ്ങായി എടുത്തെടുത്ത് ഇങ്ങനെ കടിയത്തെ ചെക്കനാണ് ഉറങ്ങുകയാണ് കേട്ടോ. കവുന്ന് ഇങ്ങനെ ഇരിക്കണുണ്ടീല്ലേ ഇപ്പോൾ ആ ഫോട്ടത്തിലേ. പാവാണല്ലേ, എപ്പോൾ തുടങ്ങിയത് ഒരു റെസ്റ്റും ഇല്ലല്ലോ അല്ലേ, അങ്ങനെ കിടന്ന് ഉറങ്ങുക തന്നെ. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ തല വന്നിച്ച് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പാവം കണ്ടപ്പോൾ ഒരു പാവം തോന്നിയില്ലേ. അപ്പോൾ പിന്നെ ഓൾക്ക് കളറ് ഇല്ലാത്തൊരു കളറ് നോക്കിക്കാണ്ട് ഓളിങ്ങനെ ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഡ്രസ്സിങ് റൂമൊക്കെ ഒന്നും പോകാൻ കഴിയണില്ല, കാരണം അതിലൊക്കെ നിറച്ച ആളും ക്യൂ ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേന്ന് വിചാരിച്ചുകൊണ്ട് അതിന് മേലെ ഒന്ന് ഇട്ട് നോക്കിയാൽ മതിയല്ലോ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ടൈറ്റും വേറെയൊന്നും വേണ്ടല്ലോ, ഏതിട്ടാലും ഏത് കീറിയതിട്ടാലും അത് മോഡലാണ്. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ അത് രസമുണ്ട്, ആദ്യം ഇട്ട് നോക്കിയത്. പിന്നെ ഓളിത് വേറെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ പിന്നെ ആദ്യം ഇട്ട് നോക്കിയതിന് എനിക്കും ഇഷ്ടമായത്, വലിയ റേറ്റും കാര്യമൊന്നും ഇല്ലേനും. അപ്പോൾ അത് എടുത്ത് കാണിഞ്ഞ് റിസൂന് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കണ്ട് അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് പോന്നു കണ്ട് പഴയ സീനത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പഠിച്ചോനെ അവിടുത്തെ ജനങ്ങൾ പറയണ്ട, എന്തോ ഒരു തിരക്ക്. അവിടെ അടിക്കണ് കയറിയപ്പോൾ തന്നെ പറഞ്ഞു മേലേക്ക് പോയിക്കോളി പറഞ്ഞു. അപ്പോൾ മേലെ ചെന്ന് ഇങ്ങനെ ഒരു ഡ്രസ്സിനെ നന്നായിട്ട് കൂട്ടിയിട്ടൊക്കെ അല്ലേ. അപ്പോൾ ആ ഡ്രസ്സ് ഞാനിങ്ങനെ ഒരു തല എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പിന്നെ അപ്പം തന്നെ അതിൻ്റെ തല മറ്റൊരാളും പിടിച്ചേക്കണ്. അപ്പോൾ രണ്ടാളും കൂടി അങ്ങനെ കൊണ്ട് മുഖത്തേക്ക് നോക്കിയപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എന്നോട് അറിയണേ ഞാൻ നിങ്ങളെ വീഡിയോസ് കാണലിട്ടാ, ഞാൻ സബ്സ്ക്രൈബേഴ്സാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയട്ടോ. അസ്സലാമു അലൈക്കും.